ഹലോ, ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഇഞ്ചിയും പുളിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു 4 പച്ചമുളക്, ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതൊരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചിയോടൊപ്പം തന്നെ മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടുപേരും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം നന്നായിട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഇഞ്ചിയും പൊടിയുടെ കളറൊന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളത്തിൻ്റെ പൾപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 150 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നന്നായിട്ട് പൾപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളത്തിനനുസരിച്ചുള്ള പൾപ്പ് അതിനകത്ത് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ആ വെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാം, കൂടി പോകാണ്ടിരിക്കാൻ നോക്കണം. അപ്പോൾ അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാം. പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അച്ചായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇവിടെ ദുബായിൽ മേടിക്കാൻ കിട്ടുന്ന ശർക്കരയിൽ അങ്ങനെ മണ്ണോ അങ്ങനെയൊന്നും കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം, അത് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് പൾപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തിള വരുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചിയും പുളി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആകെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ പൊടികളും അതുപോലെ തന്നെ ശർക്കരയും ഉപ്പും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുണ്ടാക്കി നോക്കണം. ഇനി ഇതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇതിനകത്തേക്ക് വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയേറിയ ഇഞ്ചിയും പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. അതോടൊപ്പം കൂടി ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ബൈ ഫ്രം M4 Foodie.